അബി എന്ന് പറഞ്ഞാൽ മതി, പക്ഷേ പറഞ്ഞത് അബദ്ധീന, ആ കുട്ടിയുടെ വാത്സല്യം. അങ്ങനെ നിങ്ങൾ ചിന്തിക്കും. ഇവിടെ 2.5 വയസ്സായ കുട്ടി അർത്തോളു ഉപ്പ അള്ളാന്റെ കൽപ്പന നടപ്പിലാവട്ടെ എന്ന് പറഞ്ഞു. അവിടെയോ പോത്തുപോലെ ഒരു മോൻ രണ്ടിനും കാരണം ഉമ്മയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അടിസ്ഥാനം ഉമ്മയാണ്. അവിടെ അടിസ്ഥാനം ഉമ്മയാണ്. ഇത് പെണ്ണുങ്ങൾ ഒന്നാമതായി മനസ്സിലാക്കണം. ഭാര്യ എന്ന് പറഞ്ഞാൽ വെറുതെ ഒന്നുമല്ല. ഭാര്യ ഒരാൾക്ക്, ബുദ്ധിയുള്ള ഒരാൾക്ക് എന്തിനാ ഭാര്യ? ബുദ്ധിയുള്ള ഒരാൾക്ക് എന്തിനാണ് ഭാര്യ? എന്തിനാ ഭാര്യ? കേവലമുള്ള ലൈംഗിക ആസ്വാദനത്തിനല്ല, ആസ്വാദനത്തിന് അയാൾക്ക് വീണ്ടും വഴി കാണാവുന്നതാണ്. ഇപ്പോൾ നോമ്പ്, ചെലവിന് കൊടുക്കാൻ കഴിയുന്നവർ കല്യാണം കഴിക്കും. അപ്പോൾ ചെലവിന് കൊടുക്കാൻ കഴിയാത്തവർക്കും അവർക്ക് വികാരല്ലേ? അതിനെന്താ പരിഹാരം? അപ്പോൾ പറഞ്ഞു അല്ലാത്ത കഴിയാത്ത ആളുകൾ നോമ്പ് നോറ്റാൽ മതി. അപ്പോൾ വികാരത്തെ നോമ്പുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും എന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ നൈമിഷികമായ ഒരു വികാരം മാത്രമല്ല പെണ്ണിന്റെ ലക്ഷ്യം. ഒരു ബുദ്ധിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് അയാൾക്ക് ഭാര്യ? അയാൾക്ക് ഭാര്യ വവലാദുൻ 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 സ്വാലിഹുൻ യദ്ഉ ലഹു. അവയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ മക്കൾ ഉണ്ടാവാൻ വേണ്ടിയാ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പ്രാർത്ഥിക്കുന്ന മക്കൾ ഉണ്ടായിട്ടും കാര്യമല്ല. എങ്ങനെയുള്ള മക്കളാവണം? സ്വാലിഹ് സ്വാലിഹ്. വവലാദുൻ 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 സ്വാലിഹുൻ യദ്ഉ ലഹു. സ്വാലിഹായ മക്കൾ ഉണ്ടാവണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിനെന്ത് വേണം? ഉമ്മ എന്നാണ് അടിസ്ഥാനപരമായി. പെണ്ണ് നല്ല ഭാര്യ എന്ന് പറയുന്നത് അവന്റെ തന്നെ ഖബറിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങളെ ഒരു പുരുഷൻ സ്വീകരിച്ചതിന്റെ പിന്നിൽ അടിസ്ഥാനപരമായ ലക്ഷ്യം ഇതാണെന്ന് ബഹുമാനപ്പെട്ട സഹോദരിമാർ മനസ്സിലാക്കണം. നിങ്ങളോ? നിങ്ങൾ ആണിക്കല്ല. വൽ ബലദു ത്വയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബിഹി വല്ലദീ ഖബുസ ലാ യഖ്റുജു ഇല്ലാ നകിദാ. നല്ല ഭൂമിയിലെ നല്ല സസ്യം മുളക്കുകയുള്ളൂ. അങ്ങനെ പറഞ്ഞു. അത് നമ്മളെ 105 മാർക്കിന്റെ റബ്ബറിന്റെ കഥ പറയല്ല, 18ാം വട്ട തെങ്ങിന്റെ കഥ പറയുമല്ല. അങ്ങനെ വിചാരിക്കണ്ട. നല്ല ഭൂമിയിലെ നല്ല സസ്യം മുളക്കുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തെങ്ങും റബ്ബറിന്റെയും കാര്യമല്ല പറഞ്ഞത്. വൽബലദു ത്വയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബി. നല്ല ഭൂമിയിലെ നല്ല സസ്യം മുളക്കുകയും മോശപ്പെട്ട ഭൂമിയാണെങ്കിലോ വല്ലദീ ഖബുസ ലാ യഖ്റുജു ഇല്ലാ നകിദാ. ഇതാ ഒരു ചിത്രം. കമ്പവലിയ മൊക്കനയിട്ട പർദ്ദയിട്ട ഒരു പെണ്ണ്. ഇതാ ഓണാഘോഷത്തോടനുബന്ധിച്ച് കസബ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ജനമൈത്രിയുടെ ആഭിമുഖ്യത്തിൽ മാങ്കാവ് മൈതാനത്ത് നടന്ന കമ്പവലി മത്സരത്തിൽ നിന്ന് ആരാ കമ്പവലി നടത്തുന്നത്? പർദ്ദയിട്ട സുന്ദരിയായ പെണ്ണ്. ഇതും ഒരു കുടുംബിനി ആവുമല്ലോ. കമ്പവലി കഴിഞ്ഞിട്ട് ക്ലാസ്സിന് വന്നിട്ടുണ്ടാകാം ഒരു പക്ഷെ. അല്ല, അങ്ങനെ ഉണ്ടാവും. അല്ല, നിങ്ങൾ ചിന്തിക്കുക. ഇതാണ് ഇന്നത്തെ സാഹചര്യം. ഒരു മുസ്ലിമത്തായ പെണ്ണ് റമളാൻ മാസം, എന്നിട്ട് അവളുടെ മെയ്ക്കരുത്ത് ആണുങ്ങൾ, ഇങ്ങനെ ആയിരക്കണക്കായ ആണുങ്ങൾ ഒരു മൈതാനത്തെ നോക്കി നിന്നിട്ട് അവൾ കമ്പവലി നടത്തുക റമളാനിൽ. ആരുടെ അനുയായി? സയ്യിദുനാ മുഹമ്മദുൻ. ആരെ മാതൃകയാക്കേണ്ടവൾ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ, ഖദീജ റളിയല്ലാഹു അൻഹാ. ഇവരെ മാതൃകയാക്കേണ്ട മൊക്കനക്കാരിയായ പെണ്ണിന്റെ കഥ പറയുകയാണ് ഞാൻ. നിങ്ങൾ വളരെ ചിന്തിക്കണം. ഇന്ന് നമുക്ക് വളരെ മനസ്സിലാക്കാം. നോക്കൂ, നമ്മുടെ സാഹചര്യം, ഇന്നത്തെ സാഹചര്യം എവിടെയാണ്? സെപ്റ്റംബർ 12-ാം തീയതി
വെള്ളിയാഴ്ച പുറത്തിറങ്ങിയ മാതൃഭൂമി പത്രത്തിൽ നിന്നാണ് ഞാൻ കാണിക്കുന്നത്. ഈ വെള്ളിയാഴ്ച, അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച അല്ലേ? വ്യാഴാഴ്ച കമ്പവലി, വെള്ളിയാഴ്ച ഫോട്ടോ. എങ്ങനെയുണ്ട്? ചിന്തിക്കുക നിങ്ങൾ. എവിടെ സമുദായമേ പ്രതീക്ഷ ഉള്ളത്? എവിടെ? പെണ്ണിന് മത്സരിക്കാം. ആരോട്? പെണ്ണിന് മത്സരിക്കാം. എന്നാ പെണ്ണിന് മത്സരം വേണ്ടേ? പെണ്ണിന് മത്സരിക്കാം, ഭർത്താവിനോട് മത്സരിപ്പിക്കുകയും വേണം. ഞാൻ ചാട്ടത്തിൽ പുണ്യനബിയോട് മത്സരിക്കാറുണ്ടായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹാ. ആദ്യകാലത്തൊക്കെ ഞാൻ തന്നെയാ ജയിച്ചിരുന്നത്. കാരണം ഞാൻ നല്ല മെലിഞ്ഞ പെണ്ണായിരുന്നു. ചാടിയിട്ട് ഞാനാണ് വലിയ ലോങ് ജമ്പ് മത്സരം. ആരും കാലുളുക്കിയ ബീജിംഗിൽ നിന്ന് നാണം കെട്ട് ഇന്ത്യയുടെ പൈസയും മുടക്കി പോന്ന കഥ പറയുകയല്ല ഞാൻ. ഇത് ഇവിടുത്തെ കഥ പറയാ. ഇത് മദീനയിലെ കഥ പറയുകയാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഞാൻ തന്റെ ഭാര്യയായ ആയിഷ ബീവി പറയുന്നു, ഞാൻ ചാട്ട മത്സരം നടത്താറുണ്ടായിരുന്നു. ആദ്യകാലത്ത് ഞാനായിരുന്നു ജയിച്ചിരുന്നത്. എന്നാൽ ഫലമ്മ അഖദതുൽ ലഹ്മ, ഞാൻ ഇറച്ചി കുറച്ച് കൂടിപ്പോയി. പിന്നെ റസൂലുള്ള ജയിക്കാൻ തുടങ്ങി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യമൊക്കെ റസൂലുള്ളാഹി ചിലപ്പോ എന്ത് ചെയ്യും? ഫുതൂർ കാണിക്കും. റസൂലുള്ള ഒരു തളർച്ച കാണിക്കും. തളർച്ചയുണ്ടായിട്ടല്ല, തളർച്ച കാണിക്കും. മുഹമ്മദുൻ സ്വല്ലല്ലാഹു. എന്തിന്? ഭാര്യ കൊണ്ട് ജയിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. മുഹമ്മദ് നബി ആരാ? ഉമയ്യത്ത് ബിൻ ഒറ്റ ഇടി അങ്ങോട്ട് കൊടുത്തിട്ട് അവിടെ കിടന്ന് കാട്ടിച്ചു എന്നാണ് ചരിത്രം. ബദറിൽ വന്നപ്പോൾ അവിടെ കിടന്ന് കാട്ടിച്ചു. ഒറ്റ അടിയ. ബദറിൽ വന്നപ്പോൾ ഉമയ്യത്ത് ബിൻ ഖലഫ് വന്നു, പറഞ്ഞു, നദർതു, ഞാൻ വിഗ്രഹങ്ങളെ മുഴുവൻ മുന്നിൽ നേർച്ചയാക്കി പോന്നതാ. മുഹമ്മദിനോടല്ലാതെ യുദ്ധം ചെയ്യൂല എന്ന് ഞാൻ നേർച്ചയാക്കി പോന്നതാ. പലരും പറഞ്ഞു മുഹമ്മദ് നബി യുദ്ധത്തിന് ഇറങ്ങില്ല, ഞങ്ങളെമ്പാടും ആളുണ്ട്, ആളില്ലെങ്കിൽ പോരെ മുഹമ്മദ് നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ല, എനിക്ക് മുഹമ്മദ് നബിയെ വേണമെന്ന് പറഞ്ഞു ഉമയ്യത്ത് ബിൻ ഖലഫ് ലഅനത്തുല്ലാഹി അലൈഹി. വിഷയം പുണ്യനബിയുടെ ചെവിയിലെത്തി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാ ഉമയ്യയോട് വരാൻ പറയൂ എന്ന് പറഞ്ഞു. പീഠത്തിലിരിക്കാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമയ്യ കയറി വന്നു. അപ്പോൾ ചോദിച്ചു, ഉമയ്യ ബിൽ യദി അംബിസ്ലാഹ്, എങ്ങനെയാ നീ യുദ്ധം ഉദ്ദേശിക്കുന്നത്? കൈ കൊണ്ടോ ആയുധം കൊണ്ടോ? അപ്പോൾ പറഞ്ഞു, അക്ഫീക ബിയദി, എനിക്ക് എന്റെ കൈ മതി എന്ന് പറഞ്ഞു ഉമയ്യ ലഅനത്തുല്ലാഹി അലൈഹി. ഫഖാമൻ നബിയു, ഹബീബായ റസൂലുള്ളാഹി എണീറ്റു. തുടങ്ങി മൽപിടുത്തം തുടങ്ങി. മുഷ്ടി ഇങ്ങനെ ചുരുട്ടിപ്പിടിച്ചു. ഫതഅനഹു ബൈന കത്ഫൈഹി, ഈ രണ്ട് ചുമലിനിടയിൽ കൊടുത്തൊരടി. ഫഖറ ലിഇസ്തിഹി, അവിടെ അങ്ങോട്ട് ബാക്ക് സീറ്റ് കുത്തി വീഴുകയും പിന്നെ ചെയ്യാവുന്നതൊക്കെ അങ്ങോട്ട് ചെയ്യുകയും ചെയ്തു. പിന്നെ ആളുകൾ വന്ന് ചുമന്നു കൊണ്ടുപോയി. അതിൽ പനി പിടിച്ചു. യാത്രക്കടയിൽ ബദറിൽ നിന്ന് മക്കയ്ക്കുള്ള യാത്രക്കടയിൽ ഉമയ്യ ചത്തു എന്നാണ് പ്രധാന അഭിപ്രായം. ലഅനത്തുല്ലാഹി അലൈഹി. അത്ര വലിയ ശക്തനാ മുഹമ്മദ് നബി. എന്നിട്ടും എന്റെയും ഭാര്യക്ക് തളർന്നു കൊടുക്കും. എന്തിന്? അവളെ മത്സരിപ്പിക്കാൻ. അതുകൊണ്ട് വളരെ ചിന്തിക്കണം. പെണ്ണിന് മത്സരിക്കാം, ഭർത്താവിനോട് മത്സരിക്കാം. ആ പെണ്ണിന്റെ സ്ഥാനം നമ്മൾ മനസ്സിലാക്കണം. വൽബലദു ത്വയ്യിബു യഖ്റുജു നബാതുഹു ബിഇذനി റബ്ബിഹി വല്ലദീ ഖബുസ ലാ യഖ്റുജു ഇല്ലാ നകിദാ. നല്ല ഭൂമിയിലെ നല്ല സസ്യം മുളക്കുകയുള്ളൂ. ഏറ്റവും മഹാനായ സസ്യമല്ലേ മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫരീഖൈനി മിൻ ഉർബിൻ വമിൻ അജമി മൗലായ സ്വല്ലി വസല്ലം അലാ ഹബീബിക ഖൈറുൽ ഖൽഖി കുല്ലിഹിം. ഏറ്റവും മഹാനാണ് സയ്യിദുനാ ഇസ്ഹാഖ്. ആരാ ഇസ്ഹാഖിന്റെ ഉമ്മ? സാറയാണ് റളിയല്ലാഹു അൻഹ. ഫബശർനാഹാ ബിഇസ്ഹാഖ വമിൻ വറാഇ ഇസ്ഹാഖ യാഖൂബ് قالت يا ويلتا ألد وأنا عجوز وهذا بعلي شيخا.
ഇന്ന ഹാദാ ലശൈഉൻ അജീബ് ഖാലു അതഅജബീന മിൻ അംരില്ലാഹ് റഹ്മത്തുള്ളാഹി വബറകാതുഹു അലൈക്കും അഹ്ലൽ ബൈത്ത് ഇന്നഹു ഹമീദും മജീദ്. സാറാ ബീവിയോട് സംസാരിച്ചു സയ്യിദ്ന ജിബ്രീൽ അലൈഹിസ്സലാം. ഫബശർനാഹാ എന്ന അവരാണ് ആര്? ഇസ്രായേലികളുടെ ഉമ്മ. കാരണം ഇസ്രായേലികൾ യാക്കൂബ് നബിയുടെ മക്കളാണ്. യാക്കൂബ് നബിയുടെ ഉമ്മയാണ്, ബാപ്പയാണ് ഇസ്ഹാഖ്. ഇസ്ഹാഖിന്റെ ഉമ്മയാണ് അലൈഹിസ്സലാത്തു വസ്സലാം. ഇസ്ഹാഖ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉമ്മയാണ് ആര്? മഹദിയായ സാറാ റളിയല്ലാഹു അൻഹാ. വളരെ നമ്മൾ ചിന്തിക്കണം. അപ്പൊ ഉമ്മയുടെ പ്രാധാന്യം ഇവിടെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഉമ്മയിൽ നിന്നാണ് ഒരു തലമുറയുണ്ടാവുന്നത്. ഉമ്മ നന്നായാലേ സമുദായം നന്നാവുകയും. നിങ്ങൾ കേൾക്കണോ? നിങ്ങൾക്കറിയാമല്ലോ മഹാനായ സയ്യിദുന ഈസാ, ഏറ്റവും പ്രധാനിയല്ലേ സയ്യിദുന ഈസാ അലൈഹിസ്സലാം. ഇദാ റആഹു അദുല്ലാഹ് യദൂബു കമാ യദൂബുൽ മിൽഹു ഫിൽ മാ. ആ മനുഷ്യനെ കണ്ടാൽ പോലും അള്ളാഹുവിന്റെ ദീനിന്റെ ശത്രുവായ ദജ്ജാൽ ലഅനത്തുല്ലാഹി അലൈഹി ഉപ്പ് വെള്ളത്തിൽ കിടന്ന് ഉരുകും പോലെ ഉരുകുമെന്ന് ഹബീബായ നബി. ആരമോന വമറിയമ ബിനത ഇമ്രാൻ അല്ലതി അസ്വനത് ഫർജഹ വനഫഖനാ ഫീഹി മിർ റൂഹിനാ വസദ്ദഖത് ബികലിമാതി റബ്ബിഹാ വകുതുബിഹി വകാനത് മിനൽ ഖാനിതീൻ. തഹ്രീമിൽ പറയുന്നുണ്ട്. ആരമോന? മറിയം ബീവിയുടെ മോന. ആരാ മറിയം ബീവി റളിയല്ലാഹു അൻഹാ? ബഹുമാനപ്പെട്ട സയ്യിദുനാ ജിബ്രീൽ ഫഇമ്മാ തറയിന്ന മിനൽ ബശരി അഹദ ഫഖൂലി ഇന്നി നദർതു ലിർറഹ്മാനി സൗമ ഫലനുകല്ലിമൽ യൗമ ഇൻസിയാ. കുട്ടിയെ ലഭിച്ചപ്പോൾ കുട്ടിയെ നൽകിയത് സയ്യിദുനാ ജിബ്രീൽ വഴി അലൈഹിസ്സലാം. അമ്പിയാക്കൾക്ക് വഹി വരുന്നത് പോലെ അത് വഴിയാണ് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കുട്ടിയെ ലഭിച്ചു. പിന്നെ ഉപാധിയും ഉപായവും പറഞ്ഞു കൊടുത്തു. ചിന്തിക്കും. ആരാണ്? വലിയ സ്വാബിറത്തായിരുന്നു മഹദിയായ മറിയം റളിയല്ലാഹു അൻഹാ. വലിയ സ്വാബിറത്തായിരുന്നു. മാത്രമല്ല വസദ്ദഖത് ബികലിമാതി റബ്ബിഹാ വകുതുബിഹി വകാനത് മിനൽ ഖാനിതീൻ. കുഞ്ഞുകാലത്ത് തന്നെ കറാമത്ത് കാണിച്ച വനിതയാണ്, കുട്ടിയാണ് മഹദിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹാ. ഫലമ്മാ കുല്ലമാ ദഖല അലൈഹാ സക്കറിയൽ മിഹ്റാബ് വജദ ഇൻദഹാ റിസ്ഖാ ഖാല യാ മറിയം അന്നാ ലകി ഹാദാ ഖാലത് ഹുവ മിൻ ഇൻദില്ലാഹ് ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഏൽപ്പിച്ചു. അറിയാമല്ലോ നിങ്ങൾക്ക്, ഈ കുട്ടിനെ നന്നാവാനുള്ള കാരണം എന്താ? ആ കുട്ടിയുടെ ഉമ്മ ആരാ? ഹന്നത്ത് ബീവിയാ റളിയല്ലാഹു അൻഹാ. കുട്ടിക്ക് മറിയം എന്ന് പേര് വെച്ചു എന്നാണ്. എന്താ മറിയം? മറിയം എന്നാൽ അർത്ഥം തന്നെ അൽ ആബിദ, ആരാധിക്കാൻ താല്പര്യമുള്ള പെണ്ണ് എന്ന. ആരാധിക്കുന്നവൾ. മനസ്സിലായില്ല നിങ്ങൾക്ക്? എന്താ പേര്? അൽ ആബിദ മറിയം. സുരിയാനി ഭാഷയിൽ മറിയം എന്ന് പറഞ്ഞാൽ, മറിയം അറബിയല്ല, സുരിയാനിയാണ്. അതിന്റെ വകഭേദമാണ് മേരി. മനസ്സിലായില്ലേ? വേറൊരു വകഭേദമാണ് മാരിയ, മാരിയത്തുൽ ഖുബ്തിയ. അറിയില്ലേ നിങ്ങൾക്ക്? മുഖൗഖിസ് രാജാവ് ഹബീബായ റസൂലുള്ളാഹിക്ക് 2 പെണ്ണുങ്ങളെ അയച്ചു കൊടുത്തു സമ്മാനമായി. അടിമ പെണ്ണുങ്ങളിൽ നിന്ന് ഹബീബായ റസൂലുള്ള ഭാര്യയുടെ സ്ഥാനത്താക്കി. അതിലുണ്ടായ കുട്ടിയാണ് ഇബ്രാഹിം റളിയല്ലാഹു അൻ. രണ്ടാമത്തെ പെണ്ണിന്റെ പേര് സീരിൻ എന്നായിരുന്നു. ആ പെണ്ണിനെ ഹസ്സാൻ ബിൻ സാബിത്ത് നൽകി വഅജ്മല മിൻക ലം തറ ഖത്തു ഐനി വഅഹ്സന മിൻക ലം തലിദിൻ നിസാഉ. മാരിയ എന്നാണ് ആ എന്ന് പാട്ടുപാടിയ ഹസ്സാൻ നൽകി ഒരു പെണ്ണിനെ. മാരിയ, മേരിയാണ് മാരിയ. ആ പെണ്ണിനെ സ്വന്തം ഭാര്യയെ പോലെ ഹബീബ റസൂലുള്ളാഹ് ഭാര്യ പദവി നൽകി. ഭാര്യയുടെ അത്ര പദവി നൽകി, അലങ്കരിച്ചു. എന്നല്ല, ഭാര്യയേക്കാൾ പദവി നൽകി. മുസ്തഫായ നബിക്ക്
ഖദീജ ബീവി കഴിഞ്ഞാൽ ആകെ പിന്നെ കുട്ടിയുണ്ടായത് മാരിയയിൽ നിന്നാണ്. വളരെ നമ്മൾ ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. മറ്റു ഭാര്യയേക്കാൾ ഒരു നിലക്ക് പദവിയുണ്ട് ആർക്ക്? മാരിയത്തുൽ ഖബ്തിയ്യ റളിയല്ലാഹു അൻഹാ. വളരെ നമ്മൾ ചിന്തിക്കണം. മറിയം അൽ ആബിദ, ആരാധിക്കുന്ന പെണ്ണ്. പഴയ കാലത്ത് ഈ കാര്യം വളരെ ശ്രദ്ധിക്കണം നമ്മൾ. فلما وضعتها قالت رب إني وضعتها أنثى والله أعلم بما وضعت وليس الذكر كالأنثى وإني سميتها مريم وإني أعيدها بك وذريتها من الشيطان الرجيم. ഇമ്രാന്റെ ഭാര്യ ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹാ ഗർഭത്തിലിരിക്കുമ്പോൾ തന്നെ ബാപ്പ മരിച്ചു പോയിരുന്നു ഇമ്രാൻ. പിന്നെ കുട്ടി പൂർണ്ണമായും ആരെ ചുമതലയിലായി? ഹന്നത്ത് ബീവിയുടെ. ഹന്നത്താണ് അതുകൊണ്ട് പേര് വെച്ചത്. സത്യത്തിൽ കുട്ടിക്ക് പേര് വെക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? പറ, ആർക്കാണ്? ബാപ്പാക്കാണ്. എന്നാൽ ഇവിടെ ഉമ്മ പേര്, ഉപ്പയുടെ ഭാഗത്ത് ആരുമില്ല. അപ്പോൾ പിന്നെ ആ കാര്യം ആരേറ്റെടുത്തു? ഉമ്മ. എന്താ പേര് വെച്ചത്? അൽ ആബിദ എന്നർത്ഥമുള്ള മറിയം. ഇതും നമ്മൾ ശ്രദ്ധിക്കണേ. ഇന്ന് ആ രീതിയും നമ്മളെ നാട്ടിൽ നിന്ന് അസ്തമിച്ചു. ഇപ്പോൾ ലേശം മടങ്ങി വരുന്നതായി കാണുന്നുണ്ട്. പറ്റേ പോയി. വീണ്ടും വളരെ ചിന്തിക്കണം. കുട്ടികൾക്ക് പേര് വെക്കുന്നതിലൊക്കെ വലിയ സ്വാധീനമുണ്ട്. എന്തിന്? അഖീഖത്തറുക്കുന്നതിൽ സ്വാധീനമുണ്ടെന്ന് മുസ്തഫ നബി പറഞ്ഞിട്ടുണ്ടല്ലോ. അഖീഖത്തറുക്കുന്ന ഇറച്ചി വേവിച്ചു കൊടുക്കുമ്പോൾ ആ ഇറച്ചിയിൽ കുറച്ച് കാരക്ക ഇടണം, മധുരക്കാരക്ക. എന്തിന്? അത് കുട്ടിയുടെ സ്വഭാവത്തിൽ സ്വാധീനിക്കും. കുട്ടിയുടെ സ്വഭാവം നന്നാകാൻ വേണ്ടിയാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. ഇതിലൊക്കെ സ്വാധീനങ്ങൾ ഉണ്ടല്ലോ. വളരെ ചിന്തിക്കണം. പേര് സ്വാധീനം ഉണ്ടാവുമല്ലോ. നോക്കൂ നിങ്ങൾ, നഫീസ എന്ന പേരുള്ള ഒരുപാട് പെണ്ണുങ്ങൾ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഇന്ന് 40 വയസ്സിന് താഴെയുള്ള ആണുങ്ങൾ, 40 വയസ്സിന് താഴെയുള്ളവർ, 40 വയസ്സിന് താഴെയുള്ള ആണുങ്ങൾ. എന്റെ മോൾക്ക് ഞാൻ നഫീസാന്ന് പേരിട്ടിട്ടുണ്ട് എന്ന് പറയാവുന്നവർ ഒന്ന് കൈപൊക്കി. 40 വയസ്സ്. 1 2. എത്ര വയസ്സായി കുട്ടിക്ക്? എത്ര? 2. 5 വയസ്സായി. നല്ലത്. എത്ര? 8 വയസ്സ്. മാഷാ അല്ലാഹ്. പിന്നെ 2 ആളുണ്ട്. 3. അന്നു ബേഗോണത്തിനോടും തേട്ടാമിൻ പകരത്തെ അഹദവല്ലി ഖാനവർക്ക് നൽകിയിടത്തന്നുത്തേ. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പോലും ദുആ ചെയ്യിപ്പിച്ചിരുന്ന പെണ്ണായിരുന്നു നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ. നല്ലവരുടെ അപദാനങ്ങൾ നമ്മളെ വീടുകളിൽ പറഞ്ഞിരുന്നു. അത് നഷ്ടപ്പെട്ടു പോയി. നല്ലത് ചൊല്ലുവാൻ സനത്തിനാല് 100 ചാദർ 10 ജബദാനിൽ പക്കായ മക്ക ദിക്കതിൽ ഊദിത്ത് പുന്നി വർമ്മൗ തിഹിജറ 200 ആട്ട് പുരിദ റമളാനിലുള്ളൊരു ജുമുഅനാളിൽ തിട്ട്. നഫീസത്തുൽ മിസ്രിയയാൻ റളിയല്ലാഹു. ചൊല്ലുവാൻ സനത്തിനാൽ 100 ചദർ 10, 100 ചദർ 10 40. ജബ ജ 3 ബ 2 5 145. ജബദാനിൽ ജ 3 ബ 2 3 2 5 145. ഹിജ്റ 145 മക്കയിൽ ജനിച്ചു ബഹുമാനപ്പെട്ട നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ. ബഹുമാനം ഹിജ്റ 145 മക്കയിൽ ജനിച്ചു. മരിച്ചതോ വഫാത്തായതോ പൊന്നിവർ മൗത്ത് ഹിജ്റ 200 ആട്ട് പുരിദ റമളാനിലുള്ളൊരു ജുമുഅനാളിൽ തിട്ട്. പൊന്നിവർ മൗത്ത് ഹിജ്റ 200 ആട്ട് എന്നാ. 208 മരിച്ചു. 145 ജനിച്ച് 208 മരിച്ചു. എത്ര വയസ്സുണ്ടാവും? എത്ര ഉണ്ടാവും? 63.
ഹബീബിന്റെ വയസ്സ് 63, സിദ്ദീഖുൽ അക്ബറിന്റെ വയസ്സ് 63, നഫീസത്തുൽ മിസ്രിയുടെ വയസ്സ് 63. ഇതിൽ പഠിക്കാല്ലേ? ചിന്തിക്ക്, ഇതിലൊക്കെ വലിയ പാടുണ്ട്. അതുകൊണ്ടാണ് നഫീസ അമൂല്യ. എന്താ അർത്ഥം? അമൂല്യ. നഫീസ അമൂല്യ, നഫീസ അമൂല്യ, അമൂല്യ. വില കണക്കാക്കാൻ കഴിയുകയില്ല. വില കണക്കാക്കാൻ കഴിയാത്ത പെണ്ണ് എന്നായിരുന്നു അർത്ഥം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പേരുകൾ നമ്മുടെ നാടുകളിൽ ഉണ്ടായിരുന്നു. അത് സ്ത്രീകളുടെ സ്വഭാവത്തെ പോലും ആ കാലഘട്ടത്തിൽ സ്വാധീനിച്ചിരുന്നു. കുടുംബത്തിൽ അങ്ങനെയുള്ള രീതികളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഞെട്ടിപ്പറയുന്നില്ല, ചുരുക്കത്തിൽ ചിന്തിക്കണം. അങ്ങനെയുള്ള നല്ല രീതികൾ നാട് നീങ്ങിയത് നമ്മുടെ കുടുംബത്തെ ദുഷിപ്പിക്കാൻ കാരണമായിട്ടുണ്ട് എന്ന് ഗൗരവപൂർവേണ നാം ചിന്തിക്കേണ്ടതാണ്. നന്മയിലേക്ക് നാം മടങ്ങി വരണം. ചുരുക്കത്തിൽ ചിന്തിക്കുക, പെണ്ണിന്റെ പ്രാധാന്യം ഇവിടെയൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. പെണ്ണ് നന്നായാൽ മാത്രമേ കുടുംബം നന്നാവുള്ളൂ, സമുദായം നന്നാവുകയുള്ളൂ. നാളത്തെ സമൂഹത്തിന് പ്രതീക്ഷ ഉണ്ടാവണമെങ്കിൽ, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ദജ്ജാൽ ലഅനത്തുല്ലാഹി അലൈഹി ബഹുമാനപ്പെട്ട സയ്യിദുനാ ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടാൽ